ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇവിടാന്ന് തോന്നിപ്പോവും. അതിമനോഹരമായ കോഴിക്കോട്ടുകാരുടെ അഹങ്കാരമായ കക്കയാട്ടോ, അതായത് തോണിക്കടവ്. അതിനെക്കുറിച്ചല്ല ഇന്നത്തെ വീഡിയോ. അതിലും മനോഹരമായ മറ്റൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൂട്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഡിസ്പ്രഷൻ അടിച്ച് ടെൻഷൻ അടിക്കുന്ന മുത്തുമണികളെ, നിങ്ങളൊരിക്കലും ടെൻഷൻ അടിക്കേണ്ട. മനസ്സിന് കുളിർമയാകുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ ഇന്ത്യയിൽ കാണുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കറുത്ത കൊക്ക്, അത് തീറ്റ തിന്നുന്ന കാഴ്ച എത്ര സുന്ദരമായിട്ട്. ഇതൊക്കെ കണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല, ഹാപ്പിയാണ്. ഇതൊക്കെ പോയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരെയും കൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിരിക്കണം. അപ്പോൾ പോകുന്ന പോക്കിൽ കണ്ടില്ല, അതിമനോഹരമായിട്ടൊരു മയിൽ തീറ്റ തിന്ന കാഴ്ച. അതിലും ഗംഭീരമായിട്ട് രണ്ട് സൈഡും മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നടക്കുന്ന, അതിലൂടെ യാത്ര ചെയ്യുന്ന ആ തണുപ്പും കൂടി തട്ടും എന്താല്ലേ ഫീല്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് പോകണമെങ്കിൽ ശരിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കാണണം. അത് ഇതിൻ്റെ ലൊക്കേഷനാണ് കോഴിക്കോട് ജില്ലയിൽ. പിന്നെ അതുപോലെ തന്നെ താമരശ്ശേരിക്കടുത്ത് പേരാമ്പ്ര കക്കയം ഭാഗങ്ങളാട്ടോ നിങ്ങളിപ്പോൾ നേരത്തെയൊക്കെ കണ്ട്. ഇത് അതിലും ഗംഭീരമായിട്ട് തോന്നുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും ഒരു ദ്വീപ് പോലെ തോന്നും. ചെറിയ അതിൽ നമ്മൾ അത്ഭുത ദ്വീപ് എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒരു സ്ഥലങ്ങളാണ്. ശരിക്കും താന്ന് കിടക്കുന്ന ഒരു അരുവി, ചിലതും പച്ചപ്പ് തോലങ്ങൾ തോന്നില്ലേ. അതുപോലെ തന്നെ കണ്ണാടി പോലത്തെ ഗ്ലാസ് പോലത്തെ വെള്ളം അതിലുള്ള ഇവിടുത്തെ പ്രകൃതിയാണ് ഇവിടുത്തെ ശരിക്കും ഹൈലൈറ്റായിട്ട് തോന്നുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും നിങ്ങൾ ഞെട്ടില്ല ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കാൻ കണ്ണിന് കുളിർമ. ശരിക്കും ഇവിടെ കണ്ടില്ലേ, അവിടെയൊക്കെ കിടന്നിങ്ങനെ ഉറങ്ങിപ്പോവും. അത്രയും നല്ല പ്രകൃതി ഒരുക്കിയൊരു വരദാനം എന്ന് തന്നെ പറയും. ഇതൊന്നും കണ്ടില്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നില്ല, എന്തർത്ഥമാണ് എൻ്റെ മുത്തുമണികളുള്ളത്. അപ്പോൾ ശരിക്കും മുമ്പോട്ട് പോകുമ്പോൾ കണ്ടില്ലേ, ഇവിടെ തന്നെ ഉള്ളൊരു സ്ഥലം രാജവും പല മൂർഖന് അണലി എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു കാഴ്ച ഡേഞ്ചറായിട്ടുള്ള ചീങ്കണ്ണി, അതുപോലെ തന്നെ മുതലയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാഴ്ച ശരിക്കും ഡാമാണ്, പെരുമണ്ണാമുഴി ഡാം. കണ്ടില്ലേ, വെള്ളം അങ്ങനെ കുത്തിയൊലിക്കും. ഇവിടെ നിന്നാണ് നമുക്ക് ഈ വൈദ്യുതി ഉണ്ടാക്കുന്നത്, അതായത് കറണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ താഴേക്ക് നിങ്ങൾ കാണുന്ന കാഴ്ച ഉണ്ട്. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ ശരിക്കും ഒന്നും കൂടി അതിലും മനോഹരമായിട്ടുള്ള പ്രകൃതി ഒരുക്കിയ സ്ഥലങ്ങൾ, കാട് പോലെ തോന്നിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള, ഇതൊക്കെ മനസ്സിന് കുളിർമയുന്ന കാറ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ ആ ഡാമിൻ്റെ വിശേഷങ്ങൾ കണ്ടോ. ഇവിടുന്ന് ശരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലം, നമ്മൾ ഉപയോഗിക്കുകയല്ല പക്ഷെ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടില്ല. ഇതൊക്കെ ഒന്ന് വന്ന് കാണുക. അതുപോലെ തന്നെ താഴെ കണ്ടില്ല കുത്തിയൊലിക്കുന്ന വെള്ളമാണ്. മറ്റൊരു പ്രത്യേകത, ഇവിടെയൊക്കെ ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ ആസ്വദിക്കാൻ. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഒരു പാർക്കും കൂടി പെരുമണ്ണാമുഴി ഡാമിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതും ഗംഭീരമായിട്ടുള്ള ഒരു പാർക്കാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ സൈലൻ്റാണ്, വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, പ്രകൃതി മുകളിലൊക്കെ വെച്ച് പുറത്തൊക്കെ വന്നാൽ കണ്ടില്ലേ, ചുറ്റും മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലം കേട്ടോ. ഇത് കോഴിക്കോട് ജില്ലയിൽ ചീക്കിലോടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മുതലനങ്ങൾ കണ്ടില്ലേ, ഇത് കുറച്ച് ഡേഞ്ചർ ആണോ എന്നറിയില്ല. അതിൽ നടക്ക് വെള്ളം കുടിച്ച് വിശ്രമിക്കുക. അപ്പം വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.